2 രൂപ 25% സാധാരണ പലിശ നിരക്കിൽ 18 രൂപയായി മാറാൻ എത്ര വർഷം വേണം? നമുക്ക് ഈ കണക്ക് 2 രീതിയിൽ ചെയ്യാം. ശരിയായ രീതിയിലും എളുപ്പവഴിയിലും ചെയ്യാം. ഇത് സാധാരണ പലിശയാണ്. അതുകൊണ്ട് അതിൻ്റെ സൂത്രവാക്യം എഴുതുക. സാധാരണ പലിശയുടെ സൂത്രവാക്യം I = P × N × R. I സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ, P പ്രിൻസിപ്പൽ നിക്ഷേപത്തുക, N നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്. ഇതിൽ പലിശ 2 രൂപ ഇട്ടിട്ട് 18 രൂപയാവുക. 2 രൂപ 18 രൂപയാണെങ്കിൽ അവിടെ 16 രൂപ പലിശ കിട്ടും. 2 × 18 16 ഉണ്ട്. അപ്പോൾ സാധാരണ പലിശ എത്രയാണ്? 16 = P നിക്ഷേപ തുക എത്രയാണ്? 2 × N ആണ് കാണേണ്ടത് എത്ര വർഷം. അപ്പോൾ അതുപോലെ 2 × R പലിശ നിരക്ക് എത്രയാണ്? 25/100. നമുക്കിതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിലത്തെ n കാണണം. അപ്പോൾ നമ്മൾ ആദ്യം n എന്ന് എഴുതുക. n സമം ഈ സമവാക്യത്തിൽ n-ൻ്റെ ഭാഗത്തുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. മറുഭാഗത്തുള്ളത് ആദ്യം എഴുതുക. എത്രയാണ്? 16. ഇനി n-ൻ്റെ ഭാഗത്തുള്ളതെല്ലാം ഇതിൻ്റെ 16ൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അംശങ്ങളെല്ലാം ഛേദങ്ങളാവും, ഛേദങ്ങളെല്ലാം അംശങ്ങളാവും. അപ്പോൾ /100 നിങ്ങൾ വരുമ്പോൾ എന്താവും? ×100 എന്നാവും. ബൈ വേറെ എന്തൊക്കെ ഉണ്ട്? 2 ഉം 25 ഉണ്ട്. അത് ഇൻറ്റു ആണ് ഇവിടെ. അത് ബൈ ആയി മാറും. 2 × 25. ഇത് വെട്ടിച്ചുരുക്കുക. ഇവിടെ 25 100 കൂടി 4 പ്രാവശ്യം വെട്ടാം. ഈ 2 ഉം 16 കൂടി 8 പ്രാവശ്യം വെട്ടാം. 8 × 4 ഉത്തരം 32. അതായത് വർഷങ്ങളുടെ എണ്ണം. എത്ര വർഷം വേണം? 32 വർഷം. ഇനി ഇത് എളുപ്പവഴി. ഇവിടെ നിക്ഷേപ തുക 2 രൂപയാണ്. അത് 18 രൂപയായിട്ട് മാറുകയാണ്. അപ്പോൾ 2 രൂപ 18 രൂപയായി പറഞ്ഞാൽ എന്താ അർത്ഥം? 9 മടങ്ങായി മാറി. 9 × 2 = 18 9 മടങ്ങായി. അപ്പോൾ എത്ര വർഷം വേണം? എത്ര വർഷം വേണം? അപ്പോൾ ഒരു സൂത്രവാക്യമുണ്ട്. വർഷങ്ങളുടെ എണ്ണം കാണാൻ എത്ര മടങ്ങാണ്? 9 മടങ്ങല്ലേ. അപ്പോൾ നമ്മൾ 800 എന്നിടുക. 8 മടങ്ങാണെങ്കിൽ 700, 7 മടങ്ങാണെങ്കിൽ 600, അങ്ങനെ ഒന്ന് കുറഞ്ഞ് ഇവിടെ 9 മടങ്ങാണ്. അതുകൊണ്ട് 800/R വില കൊടുക്കുക. 800/ പലിശ നിരക്ക് എത്രയാണ്? 25% ഇത് ഹരിക്കുമ്പോൾ 3 80 3 25 75, ശിഷ്ടം 5 50, 2 25 50. ഉത്തരം വർഷങ്ങളുടെ എണ്ണം 32.